അയ്യപ്പസ്വാമിയെയും കേരളത്തിന്റെ തനത് കലാരൂപമായ പുലികളിയെയും മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുമായും വന്യജീവികളുമായി ബന്ധപ്പെട്ട നിരവധി സാംസ്കാരിക നൃത്തരൂപങ്ങൾ ഭാരതത്തിലുണ്ടെന്ന് പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സംഘർഷങ്ങളില്ലാതെ കഴിയുന്ന കർണാടകയിലെ BRT ടൈഗർ റിസർവിനെ കുറിച്ചും അവിടെ കടുവകളെ ആരാധിക്കുന്ന സോളിക ഗോത്ര ജനതയെക്കുറിച്ചും സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി പുലിവാഹനനായ അയ്യപ്പസ്വാമിയെയും മൻ കി ബാത്തിൽ പരാമർശിച്ചത്. ഭാരതത്തിലെ വന്യജീവികളുടെ വൈവിധ്യം മനോഹരമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി വന്യജീവി സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമെന്ന സന്ദേശവും നൽകി. हमारे देवी देवताओं की सवारी के तौर पर भी देखे जाते हैं. मध्य भारत में कई जनजातियां बागेश्वर की पूजा करती हैं. महाराष्ट्र में वाघोबा के पूजन की परंपरा रही है. भगवान अयप्पा का भी बाघ से बहुत गहरा नाता है. सुंदरवन में बोन बीबी की पूजा अर्चना होती है, जिनकी सवारी बाघ है. हमारे यहाँ कर्नाटका के हुली वेशा, तमिलनाडु के पुली और केरला के പുലികളി ജैसे ഭാരതത്തിന് മനോഹരമായ വന്യജീവി വൈവിധ്യമാണുള്ളത്. അയ്യപ്പ ഭഗവാന് പുലിയുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. മഹാരാഷ്ട്രയിൽ വാഗോബയെ ആരാധിക്കുന്ന പാരമ്പര്യമുണ്ട്. രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനായി മഹാരാഷ്ട്രയിലെ വാർഗി ജനത ആരാധിക്കുന്ന ദേവനാണ് വാഗോബ. പ്രകൃതിക്കും വന്യജീവികൾക്കും ഭാരതീയർ നൽകുന്ന പ്രാധാന്യത്തെയാണ് ഇത് അടിവരയിടുന്നത്. ഭാരതത്തിന്റെ ഓരോ ഭാഗത്തും പ്രകൃതിയോട് സംവേദനക്ഷമതയുള്ള ജീവികളാണുള്ളത്. ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കും ഉണ്ടെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ പുലികളി, കർണാടകയിലെ ഹൂളിവേഷ, തമിഴ്നാട്ടിലെ പുലി തുടങ്ങിയ കലാരൂപങ്ങളെയാണ് പ്രധാനമന്ത്രി പരാമർശിച്ചത്. ദേവീദേവന്മാരുടെ വാഹനങ്ങളായും നിരവധി മൃഗങ്ങളെ കാണാമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന സസ്യജന്തുജാലങ്ങളാണ് ഭാരതത്തിലുള്ളത്. നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ആ ജീവിബന്ധം ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. പുള്ളിപ്പുലികൾ, ഏഷ്യൻ സിംഹങ്ങൾ, കാണ്ടാമൃഗങ്ങൾ, ബാരസിംഗമാനുകൾ എന്നിവയുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.